അതുകൊണ്ടാണ് വാപ്പ മരിച്ചു പോയ വാപ്പ, ആ വാപ്പന്റെ മോന് വാപ്പന്റെ ഖബറിൽ ചെന്നുകൊണ്ട് ഭക്തനിർഭരനായി ദുആ ചെയ്യുകയാണ്. മനസ്സിൽ ഭക്തിയോടുകൂടി വികാര നിർഭരനായി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഖബറബി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അല്ലാഹ് എന്റെ പൊന്നുപ്പാന്റെ ഖബർ നീ സ്വർഗീയമായ പൂന്തോപ്പുകളിൽ നിന്നുള്ള ഒരു പൂന്തോപ്പാക്കണേ അല്ലാഹ്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. ഭ്രൂണത്തിൽ കഴിയുന്ന കുട്ടിയെ പോലെ എല്ലാ സംരക്ഷണവും അനക്കവും ഒടുക്കവും ഒതുക്കവും ചലനവും ഈ എല്ലാ ഭക്ഷണവും ആയോ അല്ലാഹ് കൊടുക്കുന്നതാണ്. ഇതേ അവസ്ഥയിലേക്ക് മനുഷ്യൻ മടക്കപ്പെടുന്നത് മണ്ണറയിലാണ്, പിന്നീടുള്ള ജീവിതത്തിലുമാണ്. അതുകൊണ്ട് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളെല്ലാം മണ്ണറയിലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ സദാ ചിന്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവസാനിക്കുന്നത്. അതുകൊണ്ട് മണിയറയിൽ കടന്നുകൊണ്ട് മണവാട്ടിയുമായി മധുവിധുവിന്റെ മാധുര്യത്തിൽ ആറാടി ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിലെങ്ങാണ്ടും മണ്ണറയെ കുറിച്ചുള്ള ഓർമ്മ മങ്ങിയാൽ അവിടെയാണ് അപകടം പിണയുന്നത്. അവിടെയാണ് അപകടത്തിന്റെ പാറക്കെട്ടുകൾ അവന്റെ തലയ്ക്ക് വന്ന് വീഴുന്നത്. മഅദല്ലാഹ്. അതുകൊണ്ടാണ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ പോരാ സലാത്തൊന്ന് ആവേശത്തോടെ ചൊല്ലണം, ഉറക്കെ ചൊല്ലണം. സലാത്തിന്റെ ബർക്കത്തോണ്ട് ഇനി ആളുകൾ വരും ഇൻഷാ അല്ലാഹ്. മലക്കുകൾ ഇനി ആളുകൾ കുറഞ്ഞാലും അൽഹംദുലില്ലാഹ് ഇനി ആളുകൾ വരും. എന്നാൽ തന്നെയും മലക്കുകൾ കോടികൾ ഇവിടെ ഉണ്ട്. അവർ സലാത്തിനെ കൊണ്ടുപോകണം മദീനയിലേക്ക്. നിങ്ങൾ ഉറക്കെ ചൊല്ലണം മുഹമ്മദ് മുസ്തഫ. മനസ്സിന്റെ മലരായ റസൂലുള്ളാഹ് പിരിഞ്ഞി പോയി, മഹത്വങ്ങൾ മദഹാലെ മൊഴിഞ്ഞിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം നടത്തിയിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം നടത്തിയിടുന്നു. ഹിദായത്തിൻ വെളിച്ചമാം റസൂലുള്ളാഹ് പറയുന്നു. സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നു. പ്രിയരെ ഉയരട്ടെ സലാത്തുകൾ സദസ്സിൽ നിന്ന്, ഉയരട്ടെ സലാത്തുകൾ സദസ്സിൽ നിന്ന്. മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് എന്ന ശീർഷകം പാവപ്പെട്ടവൻ വിശദീകരിക്കുമ്പോൾ ഈ എല്ലാ തിരക്കുകളും അവഗണിച്ചുകൊണ്ട് പവിത്രമായ സദസ്സിൽ വന്നിരിക്കുന്ന ബിസിനസ്സുകാരുണ്ടാകാം, മുതഅല്ലിമീങ്ങളുണ്ടാകാം, പണ്ഡിതന്മാരുണ്ടാകാം, സംഘടനാ പ്രവർത്തകരുണ്ടാകാം. മോനെ, ഈ മണിയറയിൽ നിന്ന് നമുക്ക് മണ്ണറയിലേക്ക് പോവണ്ടേ? അപ്പോൾ മണ്ണറയിൽ നമുക്ക് മണിയറ സമാനം സുഗന്ധഭരിതമാകണ്ടേ, സന്തോഷത്തിലാകണ്ടേ? അതിന് ചൊല്ലിക്കോ, ഏറ്റവും വലിയ സുഹൃതം നീ എടുത്തോ. ഏറ്റവും അത്യുത്തമമായ വിഭവമായി നമുക്ക് മണ്ണറയിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ മണ്ണറയും മണിയറയാണ്. അതിന് സ്നേഹത്തിന്റെ ഒരു സലൂട്ട് മദീനയിലേക്ക്. മുഹമ്മദ് മുസ്തഫ النبي حاضرون علمه علم اليقين أن رب العالمين فرض صلى عليه أن رب العالمين فرض صلى عليه الله 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 الله. മണ്ണറയാകുന്ന പള്ളിക്കാടിന്റെ മുളക്കാടിന്റെ ഉള്ളിൽ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കണ്ടാൽ പേടിയാകുന്ന, ഒറ്റക്ക് പോയി സിയാറത്ത് ചെയ്യാൻ പോലും ഭയപ്പാടുണ്ടാകുന്ന മണ്ണിന്റെ അറയിലേക്ക് നിന്നെ കൊണ്ടുപോയി തട്ടിയാൽ
മുസ്തഫായ നബിയെ മലക്കുകൾ അവിടെ കൊണ്ടുവരുന്നതാ. എന്നിട്ട് മലക്കുകൾ ചോദിക്കുന്നതാ, മാദാ തഖൂലു ഫീ ഹാദാ റജുലി, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? മണ്ണറയിൽ വെച്ചുകൊണ്ട് കേൾക്കാൻ വിധിക്കപ്പെടുന്ന മയ്യിത്ത്. അപ്പോൾ നമുക്ക് മറുപടി പറയണോ? മറുപടി പറയാൻ കഴിയും സ്വലാത്തും മഹബ്ബത്തും മദഹുമുള്ള ആളുകൾക്ക്. അതുകൊണ്ട് മണ്ണറയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദ്യം വരുമ്പോൾ മറുപടി പറഞ്ഞുകൊണ്ട് മണ്ണറയൊന്ന് മണിയറയാക്കാൻ ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബിയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് മണ്ണറയും മണിയറയാക്കി. അങ്ങനെയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ വിഷയത്തിലൊന്നും പറയണ്ട. സംഗതി മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് നമ്മൾ പോണത്. പക്ഷേ ആൺകുട്ടികൾക്ക് മണിയറയിൽ മണവാട്ടി ഉറങ്ങും പോലെ വിശ്രമിക്കാൻ കഴിയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ നാട്ടിൽ നിന്ന് ഇന്നലെ ആകസ്മികമായ നിര്യാണം കുറിച്ചുകൊണ്ട് നമ്മോട് വിട പറഞ്ഞ് നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയ വന്നപ്പോ എന്നോട് ഞാൻ കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് കലങ്ങിപ്പോയി. ഞാൻ ആ സഹോദരന്റെ വീട്ടിൽ കയറി ദുആ ചെയ്തിട്ടാ ഇങ്ങ് വരുന്നത്. ആ രണ്ട് എത്തി കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ദ്വാരക്കാൻ പോലും മനസ്സില്ല. എന്റെ മനസ്സ് ദുആ ചെയ്യാൻ പോലും പാകായില്ല. അല്ലാഹു തആല പ്രിയപ്പെട്ട സഹോദരനെ മണിയറയിൽ മണവാട്ടി കിടക്കുന്ന സന്തോഷത്തിൽ മണ്ണറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിശ്രമമൊരുക്കി കൊടുക്കട്ടെ. ബിഹഖിൻ നബിയിൽ മുസ്തഫൽ മുഖ്താരി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മളിൽ പലർക്കും ഒന്നിനും നേരമില്ല. വാള് കേൾക്കാൻ നേരമില്ല, ദിക്റിന്റെ സാസിൽ വന്നിരിക്കാൻ നേരമില്ല, പള്ളിയിൽ വരാൻ നേരമില്ല, നല്ല കാര്യത്തിനൊന്നും നേരമില്ല. ഓടുകയാണ്. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഓടുകയാണ്. ചോദിക്കുമ്പോ പറയും ജീവിക്കണ്ടേ എന്ന് പറയും. ഇതുണ്ടാക്കാനാണ് ഈ ജീവിതം ഓർമ്മയുള്ളൂ. എന്നാ പിന്നെ ജീവിക്കണില്ല. കാലം ഭാര്യന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ഇരിക്കണ്ടില്ല. ഓ നട്ടപ്പാതിരാത്രി ഓടുകയാണ്. പറമ്പച്ചോടത്തിനായിരുന്നു ഓടുക. ചോദിക്കുമ്പോ പറയും ജീവിക്കണ്ടേ. അതിന് ജീവിക്കണില്ലല്ലോ. ഇവിടെ ഒന്ന് പേരിൽ ഇരിക്കണ്ടേ. പൊരയിലൊരു 10 മിനിറ്റ് ഇരുന്നാലല്ലേ ജീവിക്കുള്ളൂ. ഇല്ലാന്ന് അതിന് നേരമില്ല. അങ്ങനെ ധൃതിട്ടുണ്ടാക്കുന്നതിനടി കാണാൻ അറ്റാക്ക് കുറിച്ച് എവിടെ ജീവിക്കുന്നത്? ഇനിയല്ലേ ജീവിക്കുന്നത്? അതിനെന്താ ഉണ്ടാക്കിയത്? ഇതുണ്ടാക്കുന്ന ധൃതിയിൽ അതും പറഞ്ഞു. ഇതിനേക്കാളും വലിയ പരാജയം ഉണ്ടോ? പഠിച്ചു അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ബിസിനസ്സും വേണം, പൈസ ഉണ്ടാക്കൊക്കെ വേണം. പക്ഷെ ആ ഓർമ്മ മറക്കരുത്. നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഇവിടുന്ന് എന്റെ റൂമിലും എന്റെ നാട്ടിലെത്താൻ ഒരു 6 മണിക്കൂർ 6.5 മണിക്കൂർ പിടിക്കും. നിങ്ങൾക്കൊക്കെ നിങ്ങളെ വീട്ടിലെത്താൻ 1/2 മണിക്കൂറും 10 മിനിറ്റൊക്കെ പിടിക്കും. പക്ഷെ ഈ ഇരുന്ന ഇരുത്തണ്ടല്ലോ, ഈ ഇരുന്ന ഇരുത്തിൽ നിന്ന് മണിയറയിലെത്താൻ എത്ര പിടിക്കും? 10-15 മിനിറ്റും അല്ലേ? അങ്ങനല്ലേ? പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിൽ നിന്ന് മണ്ണറയിലെത്താൻ 1 സെക്കൻഡ് വേണം. എന്റെ റൂമിലെത്താൻ 6 മണിക്കൂർ, നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താൻ 10-15 മിനിറ്റ്. പക്ഷെ ഈ ഇരുന്ന ഇരുത്തത്തിന് പരലോകത്തെത്താൻ 1 സെക്കൻഡ് വേണ്ട. അങ്ങോട്ട് വലിച്ചത് കിട്ടാതിരുന്ന പേരങ്ങോട്ട് മാറി. പേര് മാറി. ആ മാറിയ പേര് തിരിച്ചു പിടിക്കാൻ നിന്റെ കോടികളാകുന്ന ആസ്തികൾ ചെലവഴിച്ചിട്ടും കാര്യമില്ല മനുഷ്യ. എങ്കിൽ ചിന്തിക്കണ്ടേ ആ രംഗത്തെ കുറിച്ച്, ആ പോക്കിനെ കുറിച്ച്. പിന്നെ ചിന്തിക്കണ്ടേ ആരാണ് ഇവിടെ സുഖമായി എന്നും ജീവിച്ചത്? അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവേ അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അടിതെറ്റിക്കും നോട്ടീസ്, അടിച്ചിറക്കും ഇബ്ലീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാല പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വേ? അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. ഞാൻ വിശേഷമല്ല പാട്ട് പാടട്ടോ, അല്ലാത്തൊന്നും പാടില്ല.
ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, പാട്ടുകൊണ്ടാണോ അതോ സംഭവങ്ങൾ പറഞ്ഞിട്ടാണോ ഇതൊന്നും തലയിൽ കയറുക എന്നറിയില്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഇവ കോമളന്മാരായ ചെറുപ്പക്കാരാ, ഇന്ന് നീ ആരോഗ്യവാനാണ് മോനെ, ഇന്ന് നീ ധീരനാണ് മോനെ, ഇന്ന് നീ മണിയറയിലാണ് മോനെ. പക്ഷെ നാളെ നീ അനാരോഗ്യത്തിന്റെ പടുകുഴിയിലാണ്, നാളെ നീ മണ്ണറയിലാണ്, നാളെ നീ ബലഹീനനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഓർമ്മ ഹൃദയത്തിലില്ലാത്തവന്റെ ജീവിതം പരാജയമാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മന്നറാദ വഇലാ ഫൽ മൗതു യക്ഫീ. ആരെങ്കിലും എനിക്ക് എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു ഉപദേശകന് ആവശ്യമുണ്ട്, എന്നെ ഒന്ന് പിടിച്ച് നന്നാക്കുന്ന ഒരു ഉസ്താദിന് ആവശ്യമുണ്ടെന്ന് കരുതിയാൽ അവൻ അവന്റെ മരണത്തെ ഓർക്കട്ടെ, എന്നാൽ തന്നെയും അവൻ നന്നാകുമല്ലോ എന്നർത്ഥത്തിൽ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. വലിയൊരു ചിന്തിക്കേണ്ട ഹദീസാണ്. എന്നെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരാൾ എനിക്ക് വേണം എന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ പുറത്തുനിന്ന് പ്രഭാഷകനെ കൊണ്ടുവരണ്ട, പിന്നെ കിടന്നിട്ടൊന്ന് ചിന്തിച്ചാൽ മതി, നാളെ ഞാൻ മരിക്കുമല്ലോ പഠിച്ചാലേ, നാളെ മരിക്കുമല്ലോ. ആ ചിന്ത ശരിക്കും ഹൃദയത്തിൽ കൊണ്ടാ പിന്നെ നിസ്കാരം കളാക്കൂല, പിന്നെ സിനിമ കാണൂല, പിന്നെ പലിശയായിട്ട് ബന്ധപ്പെടൂല, പിന്നെ വഞ്ചന നടത്തൂല, പിന്നെ സെക്സുമായി ബന്ധപ്പെടൂല, പിന്നെ ഗുണ്ടായി സംഘത്തിൽ പ്രവർത്തിക്കില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇതൊന്ന് ചിന്തിച്ചാൽ മതി, എന്ത് ഞാൻ നാളെ എവിടെ ആയിരിക്കും പഠിച്ചോനെ. ഇന്ന് നേരം വെളുത്ത് ഞാൻ ഈ വാള് പറയുന്നതിനിടയിൽ ഞങ്ങളോട് ചോദിക്കല്ല, എന്നോട് ചോദിക്കട്ടെ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് പറയാൻ വന്നാണല്ലോ, ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് മരിക്കണമെന്ന്? പോവാനുള്ള സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കാത്തവനേക്കാളും വലിയ ബുദ്ധിയുണ്ടോ പ്രിയപ്പെട്ടവരെ? നമുക്ക് പോവാനുള്ള സ്ഥലമാണ് അല്ലേ, നമ്മൾ പോയി കിടക്കുന്ന സ്ഥലമാണ്. ഏത് മണ്ണെടുത്തിട്ട് ആ മനുഷ്യനുണ്ടാക്കിയത് അവിടെ തന്നെയാണ് അവൻ മറവ് ചെയ്യപ്പെടുക, സ്ഥലം തെറ്റൂലാണ്. മനസ്സിലായ? നമ്മളെ ശരീരം ഉണ്ടാക്കിയത് മണ്ണെന്നാണ്. ഞാൻ എല്ലാവർക്കും സംശയമുണ്ടോ? ഈ ക്ലോണിംഗ് ഒക്കെ കണ്ടുപിടിച്ച യുഗത്തില്, കോശങ്ങളിൽ നിന്നൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്ന യുഗത്തില് മനുഷ്യനുണ്ടായത് മണ്ണെന്നാന്ന് പറയുന്നത് ഇവരൊക്കെ ഇവിടെ വിളമ്പില്ല റഹ്മാനെ. വേറെ എവിടെയും പോയി പറഞ്ഞോളി എന്ന് ആർക്കുള്ള അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ആ സംശയം തീർത്തരാം. ക്ലോണിംഗ് യുഗമാണ്. അപ്പൊ കോശത്തിൽ നിന്നാണ് മനുഷ്യൻ പിറവിയെടുത്തതെന്ന് പറയുകയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ഈ കോശം എവിടുന്നാണ് കിട്ടിയത്? ഈ കോശം കിട്ടിയത് മനുഷ്യന്റെ ശരീരത്തിൽ നിന്നാണ്. മനുഷ്യന്റെ ശരീരം എവിടുന്നാണ് ഉണ്ടായത്? ശുക്ലത്തിൽ നിന്നാണ്, ബീജത്തിൽ നിന്നാണ്. ബീജം ഉണ്ടായത് എവിടുന്നാണ്? മജ്ജയിൽ നിന്നാണ്. മജ്ജ ഉണ്ടായത് എവിടുന്നാണ്? അസ്ഥിയിൽ നിന്നാണ്. അസ്ഥി ഉണ്ടായത് എവിടുന്നാണ്? മാംസത്തിൽ നിന്നാണ്. മാംസം ഉണ്ടായത് എവിടുന്നാണ്? മേധസ്സിൽ നിന്നാണ്. മേധസ് ഉണ്ടായത് എവിടുന്നാണ്? രക്തത്തിൽ നിന്നാണ്. രക്തം ഉണ്ടായത് എവിടുന്നാണ്? കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ്. അത് ഉണ്ടായത് എവിടുന്നാണ്? മണ്ണെന്നാണ്. ഖുർആൻ ഒരിക്കലും തെറ്റില്ല. അത് ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഖുർആന്റെ ഒരു പോലും വ്യത്യാസം അതങ്ങനെ. മനുഷ്യന്റെ ബോഡി, ഈ ബോഡി അല്ലാഹു തആല മണ്ണെന്നാണ് ഉണ്ടാക്കിയത്. ഈ നമ്മുടെയൊക്കെ ശരീരത്തിന് വേണ്ടി പടച്ചവൻ തീരുമാനിച്ചത് ഏത് മണ്ണാണോ ആ മണ്ണിലെ നമ്മൾ മറമാടപ്പെടൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ. നമുക്ക് ഉറപ്പായി ഇന്നലെ മരിച്ച അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരന്റെ ബോഡി അല്ലാഹു തആല ഉണ്ടാക്കിയത് ഈ നാട്ടിലത്തെ മണ്ണെടുത്തിട്ടാണ്. കാരണം ഈ നാട്ടിലാണ് അദ്ദേഹം മറവ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ശരീരം ഉണ്ടാക്കാൻ അല്ലാഹു തആല ഏത് മണ്ണാ തീരുമാനിച്ചത് അവിടെ നമ്മുടെ ഖബർ ഉണ്ടാവുള്ളൂ. നിങ്ങൾ നോക്കണം, മദീനയിലൂടെ പുന്നാര നബി ഒരു ദിവസം നടന്നു നീങ്ങുമ്പോൾ കുറച്ചാളുകൾ ഒരു ഖബർ കുഴിക്കുകയാണ്. ഈ ഖബർ കുഴിക്കുന്ന ആളുകളോടായി മുസ്തഫ നബി ചോദിച്ചു, ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ ഖബർ നിങ്ങൾ ഒരുക്കുന്നത്? അവര് പറഞ്ഞു, ലി റജുലിൻ മിനൽ ഹബശ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു നീഗ്രോ മനുഷ്യന് വേണ്ടിയാണ് നബിയേ. മദീന ഒരു സ്ഥലത്തോട് അല്ലാഹുവിന്റെ റസൂൽ നടക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ആളുകൾ കൂടിയിട്ട് ഖബർ കുഴിക്കുകയാണ്. മുസ്തഫ നബി ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടായി ഖബർ കുഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് കുഴിക്കുന്ന ആളുകൾ പറഞ്ഞു, ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തി മരിച്ച ഒരാൾക്ക് വേണ്ടി കുഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാഷാ അല്ലാഹ്,
ലാ ഇലാഹ ഇല്ലല്ലാഹ് സീഖ മിൻ അർളിഹി ഇലൽ അർളില്ലതി ഖുലിഖ മിൻഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ പറയുകയാണ്, അവൻ പിറന്ന് ജനിച്ച് ജീവിച്ച മണ്ണിൽ നിന്ന് അവന്റെ ശരീരം ബോഡി ഉണ്ടാക്കാൻ അള്ളാഹു മണ്ണിനെ തെരഞ്ഞെടുത്ത ഭൂമിയിലേക്ക് മരിക്കാനായി പടച്ചോൻ അവനെ വലിച്ചു കൊണ്ടുവന്നുലേ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. ചില ആളുകൾ മദീനയിൽ പോയിട്ടാണ് മരിക്കല്. കാരണം അവരുടെ ശരീരം ഉണ്ടാക്കിയത് മദീനയിലെ മണ്ണെടുത്തിട്ടാണ്. അൽഹംദുലില്ലാഹ്, മനുഷ്യ എന്റെയും നിന്റെയും ശരീരത്തിന് പടച്ചവൻ ഏത് പ്രവിശ്യയിലുള്ള മണ്ണെടുത്തിട്ടായി ബോഡി നിർമ്മിച്ചതെങ്കിൽ അവിടെയാണ് നമ്മുടെ മണ്ണറ എന്ന് പഠിപ്പിച്ചു പുണ്യപൂമാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ മണ്ണറയെ കുറിച്ച് ചിന്തിക്കണം മോനെ, ഈ മണ്ണറയെ കുറിച്ച് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പുന്നാര നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു അഹദും മഅ ശുഹദാഇ യാ റസൂലല്ലാഹ്. നബിയേ, നാളെ ശുഹദാക്കളുടെ കൂട്ടത്തില് ആർക്കെങ്കിലും ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുണ്ടോ നബിയേ? ഇതെല്ലാ പുണ്യങ്ങളും നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. ഇന്ന് നമുക്ക് ആർക്കും ഷഹീദാവാനുള്ള അവസ്ഥ പെടില്ല, യുദ്ധം ചെയ്യാനുള്ള അവസ്ഥ പെടില്ല. നമുക്കൊക്കെ ഹംസത്തുൽ ഖറാർ ഇരിക്കുന്ന സീറ്റിലൊന്നും പോയിരിക്കണ്ടേ? അല്ല, അതിന് ആഗ്രഹമില്ല. ഹംസത്തുൽ ഖറാർ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവർക്കൊന്ന് കൈപൊക്കിക്കാണ് ഞാനൊന്ന് കാണട്ടെ. ഇത്ര ആളുകളുള്ളോ ശ്രോതാക്കളെ കൂട്ടത്തിൽ ഇരിക്കാൻ പോലും? യുദ്ധം ചെയ്യുന്ന പേടിച്ചിട്ടാണോ? വേണ്ട, യുദ്ധം ചെയ്യാതെ ഹംസത്തുൽ ഖറാർ ഇരിക്കുന്ന സ്ഥലത്തൊന്നും ഇരിക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കി ഞാൻ നോക്കട്ടെ ഈ നാടിനെ. അൽഹംദുലില്ലാഹ്, താഴ്ത്തിക്കാളി മതി. ഇന്ന് അതിന് നല്ലൊരു മരുന്ന് ഞാൻ പറഞ്ഞുതരാം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇത് ഞാൻ എനിക്ക് തോന്നിയ പറയാൻ പറ്റില്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇതിൽ പെണ്ണുങ്ങൾക്കൊക്കെ പങ്കെടുക്കാം. എന്താ അറിയോ? ആയിഷ സിദ്ദീഖയുടെ സംശയ, നബിയെ ശുഹദാക്കളെ ഇരിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? ഞാൻ ഏതായാലും ശഹീദല്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, 24 മണിക്കൂറിനിടയിൽ ആയിഷ ഫിൽ യൗമി വൽ ലൈലത്തി 20 മർറ. രാപ്പകലുകളിലായി 24 മണിക്കൂറല്ലോ. ഈ 24 മണിക്കൂറിനിടയിൽ ഒരു 20 പ്രാവശ്യം എനിക്ക് മരിക്കണല്ലോ എന്ന് ചിന്തിച്ചാൽ അവൻ ശുഹദാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ. എന്താ നടപ്പിലായിക്കൂടി? അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എങ്ങനെ എണ്ണം തീർക്കല്ലോ. സീരിയലിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നിട്ട് മരണം 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 മരണം, ആ സൗണ്ട് ഒന്ന് കൂട്ടി, മരണം മരണം അങ്ങനല്ല. അത് 200 2000 ഒക്കെ കേട്ടോ. അതല്ല, ഒറ്റ വലി മരിക്കണല്ലോ ഇങ്ങനത്തെ ഒരു 20 വിചാരം അവൻ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ. അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ അന്തസ്സൊക്കെ പോകും, ഈ അന്തസ്സൊക്കെ പോകും. ഇപ്പൊ അവരൊക്കെ സ്റ്റേജിൽ ഇരിക്കുന്ന ഞങ്ങളൊക്കെ അവിടെ ഇരിക്കണം അല്ലേ? നാളെ ഞങ്ങളെല്ലാരും 3 കഷ്ണം തുണിയിലാണ്. നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യനും ഏറ്റവും വലിയ മന്ത്രിയും ആ നാട്ടിലെ അഴുക്കുചാൽ വൃത്തിയാക്കിയിട്ട് ജീവിതത്തിന്റെ 2 അറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ച വളരെ പാവപ്പെട്ട തൊഴിലാളിയും മരിച്ചാ പോണത് ഒരേ വണ്ടിയിലാണ്. ഒരേ വണ്ടിയിലാണ് അല്ലേ? ഒരേ വണ്ടി. നാട്ടിലെ വലിയ പ്രമാണി മരിച്ചു, കോടീശ്വരൻ മരിച്ചു. അയാളെ കൊണ്ടുപോകുന്നത് പള്ളിക്കാട്ടിലെ ഈ മയ്യത്ത് കെട്ടിന്റെ ഉള്ളിലാണ്. എന്നാ അപ്പോഴത്തന്നെ ആ നാട്ടില് ഇങ്ങനെ കുപ്പി പെറുക്കി ജീവിക്കുന്ന വളരെ മോശപ്പെട്ട താഴ്ന്ന കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചു. അപ്പൊ നമ്മളെന്താ പറയാ? മറ്റേ മയ്യത്ത് കെട്ടിലെടുത്തോണ്ട് അത് മറ്റേത് വേണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ ആദ്യം പോയ കട്ടിലൊന്ന് കഴുകിയിട്ട് അങ്ങനെ പറയില്ല. ഒക്കെ ഒരേ കട്ടിലാണ്. കാരണം ഈ പൊലിമ ഈ മഹിമൊക്കെ ഇവിടെ ഉള്ളതാണ്. മണ്ണിന്റെ അടിയിൽ പോയ ഒപ്പം എല്ലാരും കവള് മണ്ണിൽ വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നിങ്ങൾ നീക്കും വെച്ചാണ്ട് മണിയറയിൽ സന്തോഷമാണ്. മണിയറയിൽ മനോഹാരിത തുടിച്ചു നിൽക്കുന്ന പരവതാനിയാണ്.
മണിയറയിൽ അതാ പൂമാലകൾ ചാർത്തിയിട്ടുള്ള മണിയറയിൽ നിന്റെ ഭാര്യയുടെയും പേരും ഫോട്ടോക്കും താഴെ വളരെ സുന്ദരമായി നിദ്ര കൊള്ളുന്ന മനുഷ്യ, നിന്നെ ഉണർത്താൻ അതിരാവിലെ കടന്നു വരുന്നത് ഓഫീസിൽ പോവാ, നിന്നെ മുട്ടി വിളിക്കാൻ കടന്നു വരുന്നത് മണിയറയിലെ നിന്റെ സഖിയാണ്. അല്ല, പ്രാതൽ ഭക്ഷണവുമായി കോണി കയറി വരുന്നത് മണിയറയിലേക്ക് നിന്റെ മണവാട്ടിയാണ്. അല്ലേ, മണിയറയിലെ മനോഹരമായ കട്ടിലുള്ള മിനുസായ ബെഡിൽ കിടന്നുകൊണ്ട് പുറത്ത് തീഷ്ണമായ ഉഷ്ണമുണ്ടെങ്കിലും അതല്ല, മണിയറയിലേക്ക് അങ്ങ് കിടന്നാൽ ഒറ്റ ബട്ടനമർത്തിയിട്ട് AC കൂളിങ്ങില് തീഷ്ണമായ ഉഷ്ണമറിയാതെ സുഖമായി കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട മണവാളനെ, ഇതിൽ നിന്ന് നിന്നെ പടച്ച തമ്പുരാൻ മണിയറയിലേക്ക് അങ്ങ് ക്ഷണിച്ചാൽ, അല്ലാ, കല്യാണം കഴിഞ്ഞ 10ാമത്തെ ദിവസമാണ്. 2 ആഴ്ച മുമ്പ് തിരൂരിൽ ഒരു മുഅദ്ദിൻ മരിച്ചു പോയത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. 2 മാസം മുമ്പ് ഈ പാവപ്പെട്ടവനെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വാള് പറയാൻ വേണ്ടി ക്ഷണിച്ച പ്രിയപ്പെട്ട ഒരു സഹോദരന് ഞാൻ വാള് പറയാൻ വേണ്ടി അവിടെ എത്തുന്നതിന്റെ തലേന്ന് ഇന്നാ ലില്ലാഹ് മണിയറയിൽ നിന്ന് മണ്ണറയിലേക്കാണ്. എത്ര ആളുകൾ പ്രസംഗത്തിനിടയിൽ മരിച്ചുപോയി, എത്ര ഗാനം ആലപിക്കുന്നവർ, പാട്ടുപാടുന്ന പാട്ടുകാർ അതിനിടയിൽ മരിച്ചുപോയി, എത്ര എഴുത്തുകാർ എഴുതാൻ വേണ്ടി പേനയും പേപ്പറും മുമ്പിൽ വെച്ചപ്പോൾ ഇന്നാ ലില്ലാഹ് മരിച്ചുപോയി ഉമ്മ. എത്ര മണവാട്ടികള് അതാ ചമഞ്ഞൊരുങ്ങിയിട്ട് അണിഞ്ഞൊരുങ്ങി മണവാളന്റെ മണിയറയിലേക്ക് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ അലച്ചയുമായി ആഭരണങ്ങൾ നിറഞ്ഞ ശരീരം കുലുക്കി നടക്കുമ്പോൾ ആക്സിഡന്റിൽ ഇന്നാ ലില്ലാഹ് 150 പവനും 200 പവനും ശരീരത്തിൽ വാരി വലിച്ചു ധരിച്ചുകൊണ്ട് ചലിക്കുന്ന ജ്വല്ലറിയായി മണവാളന്റെ മണിയറയിലേക്ക് പുഞ്ചിരിയും പാസാക്കി യാത്ര പോകുന്ന മണവാട്ടികളിൽ എത്ര പേര് ആക്സിഡന്റിൽ അറുത്തിട്ട ആടുകളെ പോലെ റോട്ടിൽ കടന്ന് മരിച്ചവരാ. ഇന്നാ ലില്ലാഹ് എപ്പോഴാണോ പടച്ച തമ്പുരാന് തീരുമാനിച്ച ഡേറ്റെങ്കിൽ ആ ഡേറ്റിങ് ആഗതമായാൽ പിന്നെ മണിയറയില്ല, പിന്നെ മണ്ണറയാണ്. മണ്ണറയാ, ഈ മണ്ണറയാണ് സുഖമാവേണ്ടത് പ്രിയപ്പെട്ടവരെ. അവിടെയാണ് സന്തോഷം വേണ്ടത്. അല്ലാഹു തആല അവിടെ സന്തോഷത്തോടെ കിടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ, ഒരു കിടത്തുണ്ടല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കാനില്ലേ? അല്ല, ഒരു കിടത്തില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതേതാ മഹല്ല്, ഇതേതാ മഹല്ല്? ഈ ബദർ മഹല്ലില് മരിക്കാത്ത കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറയാൻ പറ്റാറില്ല. ഞങ്ങൾ മരിക്കുന്നില്ല, ഞങ്ങൾ കേരളത്തില് ആ മരിക്കാത്ത കുടുംബല്ലേ, അതിൽ പെട്ടവരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഞാൻ പോയ ഉടനെ തന്നെ ആ സ്ഥാനത്ത് വേറെ ആള് വരുന്നത്, പക്ഷെ അയാൾ പറഞ്ഞതിനേക്കാൾ മുമ്പ് പോയി. അതുകൊണ്ട് ഈ ലോകത്ത് ഞാൻ മരിക്കൂല എന്ന് പറയാൻ ഒരു മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണല്ലോ ഖുർആൻ പറയുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അൽ യഖീൻ മരണത്തെ കുറിച്ച് പറഞ്ഞു. അൽ യഖീൻ ആരും തർക്കിക്കാതെ സർവാത്മന സത്യമായി, പരമസത്യമായി, നഗ്നസത്യമായി, സർവാത്മന എല്ലാവരും ഉൾക്കൊള്ളുന്ന ആ ഉറപ്പില്ലേ ആ മരണം, അത് വരുന്നത് വരെ നീ ബാത്തെടുത്തോ എന്ന് പറയും. ആരാ ഇതിനെ കുറിച്ച് ചർച്ച? ഒരൊറ്റ കുട്ടി പറയാൻ മരിക്കൂലെന്ന് പറഞ്ഞ അവന് സുഖമില്ല, കുതിരട്ടത് ഉണ്ടാക്കുന്ന, കാരണം അത് നടക്കൂല. അപ്പൊ മരണം ഉറപ്പാണ്, മരണാനന്തര ജീവിതവും ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഒറ്റ കാര്യം, ഇനി ഞാൻ മണിയറന്റെ സുഖം വല്ലാതെ പറയില്ലട്ടെ. മണിയറ പറയാനല്ല സ്റ്റേജിൽ കയറിയത്, അത് ഈ വിഷയത്തേക്ക് ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ്. മണ്ണറ പറയാൻ. അപ്പൊ മണ്ണറയിലേക്ക് നമുക്ക് കടക്കാം. ഈ കടന്ന് അവിടെയുള്ള അനുഭവങ്ങൾ പറയുന്നതിന്റെ ബർക്കത്തോണ്ട് അല്ലാഹു തആല മണ്ണറ നമുക്ക് മണിയറയാക്കി തരട്ടെ.
അതാ മരിച്ചോട്ടെ, മരിക്കുന്ന ഉറപ്പല്ലേ. ഇന്ന് മരിച്ചാലും അൽഹംദുലില്ലാഹ് തടവറയിൽ നിന്ന് ജയിൽ പുള്ളി സ്വതന്ത്ര ലോകത്തേക്ക് രാജിവെച്ച് അൽഹംദുലില്ലാഹ് ഭാര്യന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കും പോലെ ഈ ദുനിയാവാകുന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് പരലോകമാകുന്ന സ്വാതന്ത്ര്യ പ്രവിശാലമായ ലോകത്തെത്തി മണ്ണറയിൽ പോയിട്ട് നമുക്ക് മണിയറയേക്കാൾ സന്തോഷത്തോടെ അവിടെ നമുക്ക് മണവാട്ടി വരണം. ആ മണവാട്ടി നമ്മൾ ചെയ്ത അമാലുകൾ തന്നെയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. تزود قرينا من فعلك إنما قرين الفتى في القبر ما كان يعمل ألا إنما الإنسان ضيف لأهله يقيم قليلا عندهم ثم يرحلون. മോനെ തസവ്വദ്, നീ സമ്പാദിച്ചോ. ഖരീനം മിൻ ഫിആലിക, എടാ നിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രദേശിന് സ്നേഹിതന്മാർ നീ സംഘടിപ്പിച്ചോ. അല അറിയണേ, ഇന്നമൽ ഇൻസാൻ, ഏത് മനുഷ്യന്മാരോ ലൈഫുൽ അഹ്ലിഹി, മണിയറയിൽ മണവാട്ടിയോട് കൂടെ ജീവിക്കുന്ന മണവാളനെ നീ മണവാട്ടിയുടെ മുമ്പിൽ ഗസ്റ്റാണ് കേട്ടോ. എപ്പോഴാണ് നിനക്ക് അറ്റാക്ക് വരിക എന്നറിയില്ല, എപ്പോഴാണ് നിന്നെ ക്യാൻസർ പിടികൂടുക എന്നറിയില്ല, എപ്പോഴാണ് നിന്റെ കിഡ്നി പോവുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് രക്താർബുദം പിടിപെടുക എന്നറിയില്ല, എപ്പോഴാണ് നിനക്ക് ട്യൂമർ ബാധിക്കുക എന്നറിയില്ല. ഇനി ഒരു അസുഖമില്ലാതെ തന്നെ പെട്ടെന്ന് നീ സമയമായാൽ തളർന്നു വീണ് മരിക്കൽ എപ്പോഴാന്ന് അറിയില്ല. അങ്ങനെ നീ മരിച്ചങ്ങ് പോയാ ഇവിടെ വാപ്പന്റെ മുമ്പിൽ മകന് അതിഥിയാണ്, മകന്റെ മുമ്പിൽ ഉപ്പയും ഗസ്റ്റാണ്, ഉമ്മയുടെ മുമ്പിൽ മകള് അതിഥിയാണ്, മകളുടെ മുമ്പിൽ ഉമ്മയും വിരുന്നുകാരിയാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർ എന്നൊന്നും ജീവിക്കുന്നവരല്ല, പരസ്പരം അതിഥികളാണ്. മൗത്തോടെ മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക് ജീവിതം മാറ്റപ്പെടുന്നവനെ, നിനക്ക് മണ്ണറയിലും വേണ്ടേ സഖി, നിനക്ക് മണ്ണറയിലും വേണ്ടേ വിരുന്നുകാരന്, നിനക്ക് മണ്ണറയിലും വേണ്ടേ കൂട്ടുകാര്, നിനക്ക് മണ്ണറയിലും വേണ്ടേ ജ്യൂസ്, നിനക്ക് മണ്ണറയിലും വേണ്ടേ സുഭിക്ഷമായി കഴിക്കാൻ, നിനക്ക് മണ്ണറയിലും വേണ്ടേ മനോഹരമായ കാഴ്ചകള്. അതിന് പണ്ഡിതന്മാര് പറയുന്നു, നീ ക്ഷണികമായ പ്രാപഞ്ചിക ജീവിതത്തിൽ മണ്ണറയിലുള്ള സഖിമാർക്ക് വേണ്ടി, മണവാട്ടികൾക്ക് വേണ്ടി ഇബാദത്ത് അധികരിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്. ചില ആളുകളൊക്കെ മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെടുമ്പോൾ മണ്ണറ അവർക്ക് മുമ്പിൽ മണിയറയേക്കാൾ സന്തോഷമാവുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിന്റെ പട്ടുകൾ കൊടുന്നുകൊണ്ട് മണ്ണറയിൽ വിരിക്കുകയാണ്, സ്വർഗത്തിലെ ചെടികൾ കൊണ്ടുവന്നുകൊണ്ട് മലക്കുകൾ മണ്ണറയിൽ വെക്കുകയാണ്. കണ്ണെത്താ ദൂരത്തേക്ക് മണ്ണറ പ്രവിശാലമാവുകയാണ്. ഇത് ദുന്യാവിലുള്ള മണിയറയെ നാണിപ്പിക്കുന്ന, അതിനെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന സുഖമാണല്ലോ അല്ലാഹ് എന്ന് ഈ മയ്യത്ത് സന്തോഷത്തോടെ പടച്ചവന് അൽഹംദുലില്ലാ ചൊല്ലി മണ്ണറയിലെത്തി അല്ലാഹു നൽകുന്ന അനുഗ്രഹത്തിന്റെ പറുദീസയിൽ രാജപ്രഭുവിനെ പോലെ പുഞ്ചിരിക്കുമ്പോൾ അവന്റെ മുമ്പിലതാ നല്ല നല്ല മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. തലഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്, കാൽഭാഗത്ത് മനോഹരമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഖബറിന്റെ മൊത്തം ഭാഗങ്ങളിൽ അവനെ സന്തോഷിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ മണ്ണറയിൽ അതാ ജീവിതം മണ്ണറയിലേക്ക് മാറ്റപ്പെട്ട ഈ ദുന്യാവിൽ നിന്ന് തിരോധാനം സംഭവിച്ചുകൊണ്ട് പടച്ചവന്റെ മണ്ണറയിൽ എത്തിയിട്ടുള്ള മയ്യിത്ത് പറയുന്നു, നിങ്ങളൊക്കെ ആരാ? ഞാൻ എന്റെ ചെറിയ മോനെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ മോളെ ഇവിടെ കാണുന്നില്ലല്ലോ, എന്റെ ഭാര്യ ഇവിടെ കാണുന്നില്ലല്ലോ. പക്ഷെ അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ലാത്ത വിധോ അവരെക്കാൾ എന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന നിങ്ങളൊക്കെ ആരാ എന്ന് മണ്ണറയിൽ വെച്ച് മയ്യിത്ത് ചോദിക്കുമ്പോൾ
ആ മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട മനോഹരമായ ശരീരങ്ങള്, മനോഹരമായ രൂപങ്ങള് ഇവനോട് പറയുന്നതോ, ഞങ്ങളെ നീ അറിയില്ലേ? നീ പാരായണം ചെയ്ത പരിശുദ്ധമായ ഖുർആനില്, നീ മഗ്രിബ് ഇശായുടെ ഇടയിൽ ഓതിയ വഖഅത്തിൻ തബാറകയില്, നീ മുത്തുനബിയുടെ മേൽ ചൊല്ലിയ സ്വലാത്തില്ലേ, നീ പഠിച്ച ഇൽമില്ലേ, നീ പറഞ്ഞ ഇൽമില്ലേ, രാത്രിയിൽ അധ്വാനിച്ചുകൊണ്ട് ഉറക്കൊഴിച്ചുകൊണ്ട് വാതിന് വേണ്ടി നാട് നീളെ ഓടി നടന്ന് നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് ഉറക്കൊഴിച്ച ആ അമലില്ലേ, മദ്രസയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പൊന്നുമക്കള് പാട്ടയുമായി വന്നപ്പോൾ, പൊന്നുമക്കള് പാത്രവുമായി സമീപിച്ചപ്പോൾ, ഇത് അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയാ, ഹൗദിന് വേണ്ടിയാ, മദ്രസക്ക് വേണ്ടിയാ, ഇൽമിന് വേണ്ടിയാ എന്ന് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ് തീരുമാനിച്ചുകൊണ്ട് കാതിൽ നിന്ന് ചിറ്റി പറിച്ചു കൊടുത്ത പെങ്ങളില്ലേ, കയ്യിൽ നിന്ന് വള പൊട്ടിച്ചു കൊടുത്ത പെങ്ങളില്ലേ, പോക്കറ്റിൽ നിന്ന് 1000, 2000, 10,000 പടച്ചവന്റെ ദീനിന് വേണ്ടി മടിയില്ലാതെ കൊടുത്ത പണക്കാരില്ലേ, അവരോട് മണ്ണറയിൽ പ്രത്യക്ഷപ്പെട്ട നല്ല നല്ല രൂപങ്ങൾ പറയോ, ഞങ്ങൾ നീ കൊടുത്ത സ്വതക്കയാ, ഹദിയയാ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ കേട്ടു, പാട്ടപ്പിരിവ് നടന്ന സമയത്ത് അതിൽ സ്വർണം വരെ ഊരിക്കൊടുത്ത പ്രിയപ്പെട്ട ആളുകളെ കുറിച്ച്. അവരാണുങ്ങളാ പെണ്ണുങ്ങളാ എന്ന് പോലും സംഘാടകർക്ക് അറിയില്ല. കാരണം പേരും പറഞ്ഞിട്ടില്ല, നാടും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആ മണ്ണറയിൽ കിടക്കുമ്പോഴുള്ള ജീവിതം സന്തോഷമാവണം എന്ന് ആഗ്രഹിച്ചിട്ടാ. അള്ളാഹുവേ, നീ അവർക്കൊക്കെ സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാഹ്. കൂട്ടക്കൂട്ടാൻ ഇടയിലെന്ന് പറയുമ്പോൾ ഞാൻ മണ്ണറയിൽ അനുഭവത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ ഇടയിൽ എന്ന് പറയുമ്പോൾ ഇന്ന് എന്റെ വിഷയം മണ്ണറയിൽ, മണിയറയിൽ നിന്ന് മണ്ണറയിലേക്ക്. ഈ മണ്ണറ മണിയറയേക്കാൾ സന്തോഷമാവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിനക്ക് പറ്റുന്ന ഏറ്റവും നല്ല അമല്, അതിനു വേണ്ടി ചെയ്യാവുന്ന ഭൂമിയിലെ ഏറ്റവും നല്ല അമല്, ഖുർആനും ഹദീസും പഠിപ്പിച്ച അമല്, നന്മക്ക് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള സമ്പത്ത് കൊടുക്കലാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. യാതൊരു സംശയവും വേണ്ട, അത് മണ്ണറയെ വളരെ സന്തോഷത്തോടു കൂടി സുഖിക്കുന്നതാണ്. മണ്ണറയിൽ കിടക്കുന്ന മയ്യത്തിനെ വളരെ സന്തോഷിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതുമാണ്. ആ കാര്യത്തിൽ പ്രമാണം പറഞ്ഞവർക്ക് പക്ഷാന്തരമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്താ മണ്ണറ? ഞാൻ 1-2 അനുഭവങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. എന്താണ് ആദ്യത്തെ അനുഭവം? ഒരുപാട് അനുഭവങ്ങളുണ്ട്. മണിയറയിൽ നമ്മുടെ അനുഭവം എന്താ? മണിയറയിൽ നമ്മുടെ അനുഭവം മണവാട്ടി പാല കൊണ്ടുവരും. ഇപ്പൊ പാല അവിടുന്ന് നല്ല മണ്ഡപത്തിൽ തന്നെ ഒന്നായിട്ട് കൊടുക്കുന്ന കാലം. ഇവിടൊക്കെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടൊക്കെ അങ്ങനെ ഉണ്ടോ? മണ്ഡപത്തിൽ വെച്ചിട്ട് പുതിയാപ്പിള പുതിയതിന് പാല് കുടിക്കുന്നുണ്ട്. അവിടെ ഉണ്ടോ സംസ്കാരം? ഉണ്ടോ? പഠിച്ചോനെ, ഞങ്ങള് മലപ്പുറം ജില്ലയിലൊക്കെ പലയിടത്തും അങ്ങനെ. ഇപ്പൊ പെണ്ണ് കല്യാണപ്പന്തലിന് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് പൂരത്തിന് ആന പോണ മാതിരി. നെറ്റിപ്പട്ടൊക്കെ കെട്ടി എല്ലാരെയും അടിക്കൂടി ഇങ്ങനെ കയ്യൊക്കെ കാണിച്ച് ഇങ്ങനെ ഞാൻ പോകണമെന്നൊക്കെ പറഞ്ഞ്, അപ്പൊ സ്കൂളിലൊപ്പം പഠിച്ചവരൊക്കെ മൊബൈൽ ഇങ്ങനെ പകർത്തി പിന്നെ പൊരയെ കൊണ്ടിട്ട് വരെയും ചിന്തിക്കാം, ഓളെ തട്ടിക്കൊണ്ടപ്പോ എന്താ മാറുന്നത്? ചെറുക്കിറങ്ങണത് ഒരു പുതിയാപ്പിള ഇറങ്ങുന്നത് ബദർക്ക് അബൂജാഹിലോ ഒന്നായിട്ട് ആഭാസം. ഏതായാലും ഞാൻ എന്റെ വിഷയപ്പാടില്ലാത്ത അങ്ങോട്ട് കടക്കുന്നില്ല. മണിയറയിൽ മണവാട്ടിയുടെ അല്ലേ, മണവാട്ടി ആദ്യം പോയിട്ടിരിക്കണമെന്നോ മണിയറയിൽ, അല്ലാതെ ഇരുന്ന വിരോധം ഉണ്ടായിട്ടല്ല. ഇസ്ലാമിൽ എന്താ എത്ര മനഃശാസ്ത്രപരമായിട്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആദ്യം മണവാട്ടി എന്തിനാ മണിയറയിൽ പോയിരിക്കണം എന്ന് പറഞ്ഞത് ഇവൾക്കൊരു തയ്യാറെടുപ്പിനാണ് അല്ലെ. വരാൻ പോണ ആളൊന്ന് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ്, മാനസികമായി തയ്യാറെടുപ്പ് വേണ്ടേ അല്ലെ. ഭർത്താവ് എത്തുന്നതിന് മുമ്പ് ഈ പെണ്ണ് ഒറ്റക്ക് അവിടെ പോയിരുന്നാൽ ഇങ്ങനെ തീരുമാനിക്കാം, വന്നാൽ എന്ത് അപ്പൊ അങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ളൊരു തീരുമാനം. വേറെ ഭർത്താവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇവൻ ആദ്യം തന്നെ പോയിരുന്നു അല്ലേ, ഭയങ്കര തടി ഉണ്ടാവും, തിന്നിട്ട് ശവായി ശാമൊക്കെ കൂടി തിന്നിട്ട് വേറൊക്കെ പഴയ പള്ളിന്റെ മിഹ്റാബിന്റെ വലിപ്പുണ്ടാവും. എന്നിട്ട് മണിയറയിലൊക്കെ ആദ്യം തന്നെ പോയിരുന്ന് ആ കോംപ്രമൈസൊക്കെ പിരിച്ചിട്ട് കാൽമക്കാലം കെറ്റിങ്ങനെ ഇരിക്കുമ്പോൾ അവളിങ്ങനെ ഒഴിഞ്ഞ മനസ്സിൽ ബദരീങ്ങളെ ഇന്നാലില്ല എന്നിട്ട് ഒറ്റ ഓട്ടാണ് കയറി. പിന്നെ മണിയറയിൽ കാളെ കിട്ടും. ആ മണിയറയിൽ ഒത്തിരി അനുഭവങ്ങളാണ്. മണവാട്ടിയുടെ സ്പർശനം, മണവാട്ടിയോടുള്ള കുശലം, അവളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കുക, കുടിച്ചതിന്റെ ബാക്കി അങ്ങോട്ട് കൊടുക്കുക. ഇതൊക്കെ ആദ്യ രാത്രിയിൽ അനുഭവിച്ചവരാണ് ഈ സദസ്സിൽ പങ്കെടുത്ത് ഏറിയ കൂറും
എന്റെ പ്രിയപ്പെട്ട സഹൃദയരായ ശ്രോതാക്കൾ എനിക്കറിയാം. പക്ഷേ ഈ മണിയറയിൽ നിന്നും മണ്ണറയിൽ കൊണ്ടെത്തിയ പാലില്ല, മണവാറ്റില്ല, വേറെ പുഴുക്കളാണ്. ചിതലും പുഴകളും താവളം പേരിത്തുണ്ടതിൽ സന്തോഷമാണവർക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട്, സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര, എന്നാൽ കടക്കോ നീ സുറൂറായി മറുകരാ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നീട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടക്ക് പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസമാന. മണവാട്ടില്ല, പാലില്ല, പിന്നെന്താ ഉള്ളത്? ഇത് മഹാനായ താഴ്വസ്ഥാദ് രചിച്ചുണ്ടാക്കിയ അല്ലാഹു തആല അവരും ആ സ്ഥലത്തേക്ക് പോയി അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. താഴ്വസ്ഥാദ് സ്വന്തം ഉണ്ടാക്കിയല്ല, ഹദീസാണത്. ഹദീസാണ്. മണിയറയിൽ മണവാട്ടിയുമായി സല്ലപിച്ചുകൊണ്ട് പത്തുമട്ടയിൽ സുഖിച്ച പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്നെയും എന്നെയും നോക്കി പുന്നാര നബി പറഞ്ഞിട്ടുണ്ട്, മനിൽ മൗതു ഗായതുഹു വയമനിൽ ഖബ്റു മൻസിലുഹു വയമനിൽ തുറാബു സിവാദു വയമനിൽ മുൻകർ വന്നകീറു സുവാറോ. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കുക. ഇന്ന് ഞാൻ എന്റെ പ്രസംഗത്തിനിടയിൽ തമാശയൊന്നും പറയുന്നില്ല, അനുബന്ധമായ ആനുകാലിക കാര്യങ്ങളും കൂട്ടിച്ചേർക്കുന്നില്ല, പത്രക്കട്ടിങ്ങുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നില്ല. കാരണം ഇന്ന് നമുക്ക് ഖബറൊന്ന് ഓർത്തുകൊണ്ട് പിരിയേണ്ടതാണ്. ആ ഓർമ്മ തന്നെയും ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അമലായി ഉറക്കമഴിച്ചുകൊണ്ടുള്ള സംഗമമായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എല്ലാത്തിന്റെയും അവസാനമായി മരണത്തെ വരിക്കുന്നവനെ, എല്ലാത്തിന്റെയും അവസാനമായി മരണത്തെ വരിക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. അല്ലേ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ എത്ര സുഖമാണ്, എത്ര കടം കൊണ്ട് നിറഞ്ഞവനും പുറത്തു പോയി കിട്ടാനുള്ള പൈസ കടക്കാര് ആവശ്യപ്പെട്ടാൽ ദുഃഖം കൊണ്ട് തലപുകഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ മണവാട്ടിയുടെ പുഞ്ചിരിയിൽ നിന്റെ എല്ലാ ടെൻഷനും പമ്പ കടന്നു. നിന്റെ ഇളയ മോള് വന്ന് ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇളയ മോളെ ഇരു കൈകളും നീട്ടി നീ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുടുചുംബനം നൽകിയാൽ, നിന്റെ ചെറിയ മകനെ കണ്ടുകൊണ്ട് ചുടുചുംബനം നൽകിയാൽ, നിന്റെ മാനസികമായ വൈഷമ്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് തൂത്തുവാരി എറിയപ്പെടുമെങ്കിൽ, ഓ പ്രിയപ്പെട്ടവനെ, ഇങ്ങനെയുള്ള സുഖങ്ങളുടെയും ആനന്ദത്തിന്റെയും ആഹ്ലാദങ്ങളുടെയും പിന്നാലെ ദുനിയാവിൽ പാഞ്ഞു പോയി നിന്റെ മാനസികമായ പ്രയാസങ്ങളും വിഷമങ്ങളോ കുടുംബാതിഥികളുമായിട്ടുള്ള സ്നേഹ സമർപ്പണത്തിൽ മറന്നു പോകുമ്പോൾ ഇവരോടെല്ലാം വിട പറഞ്ഞുകൊണ്ട് 3 കഷ്ണം തുണിയിൽ പൊതിയപ്പെട്ട് 6 കാലുള്ള കട്ടിലിൽ കിടന്ന് മൂക്കിലൽപ്പം പഞ്ഞും വെച്ചുകൊണ്ട് തിരിച്ചു വരാതെ പോകുന്ന മണ്ണറയിലേക്കുള്ള യാത്രയില്ലേ, 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റോ ചൊല്ലി, 3 കഷ്ണം തുണി ചുറ്റി മുറിയാതെ ദിക്റോ ചൊല്ലി, ഖബറിലേക്കുള്ളോരോ പോക്കേ കൽവിൽ നീ ഓർത്തൊന്ന് നോക്കേ. തൊട്ടിലാടിയ കുട്ടി പച്ചമണ്ണോട് നീ പിന്നെയൊട്ടി,
കെട്ടുകൾ മൂന്നോ കെട്ടി കട്ടിലിൽ നിന്നെയോ മേറ്റി ഓരോ ദിനമുണ്ടോരോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര. ഇന്ന് നീ ദുബായിൽ പോകുമ്പോൾ അബുദാബിയിൽ പോകുമ്പോൾ എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ ദുബായ് അബുദാബിയിലേക്ക് പോകുമ്പോ എല്ലാം സഹിക്കാം, പക്ഷെ അവസാനുണ്ട് മണിയറയിൽ കയറിയിട്ട്. അങ്ങനെയല്ലോ ചില കുട്ടികൾ കല്യാണം കഴിച്ച് ഒരു മാസം നിന്നിട്ട് ആ പെണ്ണിനെ മണിയറയിലാക്കിയിട്ടുണ്ട്. ആകാശങ്ങളിലൂടെ പാറി പറന്നിട്ട് മരുഭൂമിയിലേക്ക് പോയി ഇറങ്ങാൻ ഒരു 3 കൊല്ലത്തിന് അവിടെ ഓള് പൊടി. അതിനിടയ്ക്ക് പിന്നെ പലയിടത്തും ഓള് ചാടിപ്പോക്കുന്നു. അതിന് കാരണം പറഞ്ഞല്ലാണ് ഞാൻ പറയുന്നില്ല, എന്റെ വിഷയമല്ല അല്ലേ, അത് വലിയൊരു പോക്ക. എന്നോട് അടുത്തൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ എല്ലാം സഹിക്കാം, പക്ഷേ പാപ്പാനോട് യാത്ര പറഞ്ഞു, ഉമ്മാനോട് യാത്ര പറഞ്ഞു, ജ്യേഷ്ഠന്മാരോട് യാത്ര പറഞ്ഞു, അഞ്ചന്മാരോട് യാത്ര പറഞ്ഞു, മക്കളെയും പിടിച്ച് ചുംബിച്ചു. അവസാനം മണിയറയിൽ കയറിയിട്ട് 1 മാസം മുമ്പ് കടന്നു വന്ന മണവാട്ടിയോട് ഞാൻ പോവാണെന്ന് പറയുമ്പോൾ ഓളെ മനസ്സിലും നീ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ, എന്റെ മനസ്സിലും നീ 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഈ മണിയറയിൽ വരിക, അവിടെ വേർപ്പിന്റെ ഉപ്പുരസം അറേബ്യൻ മരുഭൂമിയിൽ വീഴ്ത്തിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, എന്ത് ചെയ്ത് ജീവിക്കണ്ടേ. ആ സമയത്ത് പെണ്ണുങ്ങളോട് യാത്ര പറയുമ്പോൾ മനസ്സിനൊരു പൊട്ടല്, അത് ഓർക്കാൻ വയ്യാന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അല്ലേ, സത്യത്തിന് അങ്ങനെയല്ല വേണ്ടത്. ഞാൻ ഗൾഫിൽ 5 കൊല്ലം ജോലി ചെയ്താണ്. എനിക്ക് വേർപിരിയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനോവേദന ഉണ്ടായത് എന്റെ ഉമ്മാനോട് യാത്ര പറയുമ്പോൾ. ഭാര്യനോട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പരമാവധി പിടിച്ചു വെച്ച് ഞാൻ യാത്ര പറയുമ്പോൾ പൊട്ടി കരയില് എന്റെ ഉമ്മാനോട് യാത്ര പറയുമ്പോൾ. ഇപ്പം പോണില്ല, ഗൾഫ് പോകുന്നവർക്ക് അല്ലാഹു തആല സമാധാനം കൊടുക്കട്ടെ. അവരെ പേരന്നെ പ്രവാസികളാണ്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ആ പ്രവാസികൾ അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ഞാൻ പറയാറുണ്ട്, പ്രവാസം പ്രസവം പോലത്തെ പ്രയാസമാണ്. എന്നാൽ ഞാൻ പറഞ്ഞെന്തിനാറിയോ, ഗൾഫിലേക്ക് പോകുമ്പോ മണവാട്ടിയോട് യാത്ര പറയുമ്പോ മനം പൊട്ടി കരയുകയാണ്. വേണമെങ്കിൽ എനിക്ക് അടുത്ത മാസം തിരിച്ചു വരാം, 1 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം, എന്നാലും പിരിഞ്ഞു പോകുമ്പോൾ വിഷമം പിടിച്ചിക്കാൻ പറ്റില്ല. പക്ഷേ കല്യാണം കഴിച്ചു, ഞാൻ പറഞ്ഞില്ല, തിരൂരൊരു സഹോദരൻ മരിച്ചത് മണിയറ പൊളിക്കണേന് മുമ്പ് മരിച്ചു. കല്യാണം കഴിച്ചു 10ാമത്തെ ദിവസം 23 വയസ്സുള്ള ഒരു മുക്രി 10ാം ദിവസം, കൃത്യം 10ാം ദിവസം ഒരു അസുഖം പള്ളിയിൽ വന്ന് കിടന്നതാണ്. രാത്രി 2:30 ഒരു നേരത്തെ കേൾക്കുന്നു. അപ്പൊ ഹത്തീബ് കല്യാണം കഴിച്ചു വന്ന ആളല്ലേ, തമാശാക്കി എന്താ ഉറക്കം കിട്ടുന്നില്ലല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല പറയാം. അപ്പോഴും നേരത്തെ തന്നെ വർത്താനല്ല. അപ്പൊ ഖത്തീബ് ലൈറ്റ് നോക്കുമ്പോ വായനക്കും ആരെയും പറയുന്നത് വരികയാണ്. കാരണം അറ്റാക്ക് പിടിച്ച് മരിക്കണ പ്രായത്തിലാണ്. അല്ലാഹു തആല ആ പ്രിയപ്പെട്ട സഹോദരന് മാഫറത്ത് കൊടുത്തു. ഇങ്ങനെ മരിച്ചിട്ട് പിന്നെ നിങ്ങൾ നോക്കി കുളിപ്പിക്കാണ്ട് പടച്ചോനെ ഒരു കടത്തൽ. എല്ലാരും കടക്കും. വയല് മാത്രം ശ്രദ്ധിക്കാൻ ഇങ്ങനത്തെ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ പിരിയുമ്പോ മണ്ണറ മനസ്സിൽ കണ്ടുകൊണ്ട് പിരിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിടിച്ചിട്ടൊരു കിടച്ചിലുണ്ട്, വലിയ മസിൽ പവറുള്ള ആളാ, പക്ഷെ നാട്ടുകാരെ പിടിച്ച് ഇരുത്തിയിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരാൾ ഇങ്ങനെ തലേന്ന് രാത്രി അങ്ങാടിയിൽ 10 ആളെ ഒറ്റ വീശിനെ അടിച്ചു വീശിയാളാ. ഇപ്പൊ കൈ ഇങ്ങനെയാണ്, എന്നിട്ട് മറ്റാളിങ്ങനെ തട്ടുകയാണ്. എന്നിട്ട് അവിടെ പിടിച്ചോ, ഞാൻ ഇവിടെ ഒന്നോർത്തോ, നീ അവിടെ പിടിച്ചോ, ഞാൻ ഇവിടെ കഴുകാം. അപ്പൊ മറ്റാള് പറയാം, ആ കയ്യിന്റെ നടുത ഒടിനെ നോക്കുന്നു, അല്ല ഞാൻ ഇവിടെ പിടിച്ചോളാന്ന് പറഞ്ഞു. ഈ കയ്യേറ്റ 10 ആളെ ആശുപത്രിയിലാക്കി. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഇനി എടുക്കാൻ മണിയറയ്ക്കല്ല പോണേ, ഇനി വരുന്നത് മൂക്കിൽ പല്ലാണ്, കെട്ടിപ്പൊതിയല്ലേ. അതിലൊരാള് കാണാനുള്ളവരൊക്കെ ഒന്ന് കണ്ടോളി, കാരണം നേരെ ഇനി ബനേറ്റ് കെട്ടി പറയാൻ പറ്റില്ല, നമുക്ക് വേറെ പണിയുണ്ട്. ഇനി ബനേറ്റ് കെട്ടി അറിയാൻ പറ്റില്ല, നമുക്ക് അങ്ങാടി പോകണം, കടവർക്കണം, തെങ്ങുമ്മ കയറാണ്ട്, കിണറ്റിക്ക് ഇറങ്ങാണ്ട്, വർഷാപ്പ് പോവാണ്ട്, വണ്ടി എടുക്കാണ്ട്, അരിയും സാധനങ്ങൾ വാങ്ങാണ്ട്. ആണ് കാണാനുള്ളവരൊക്കെ വന്ന് കണ്ടോളി. ഇവനെ ഇനി ഇവിടെ വെക്കാൻ പറ്റൂല. അതിന്റെ അർത്ഥം അതാണ്, ഇനി ഇവനെ ഇവിടെ വെക്കാൻ പറ്റൂല. ആരാ പറഞ്ഞത്? 5നെ കുറിച്ച് പറഞ്ഞ ജ്യേഷ്ഠനാ. വേറൊരു അർത്ഥം കൂടി അതിനുണ്ട്. എന്താണെന്നറിയാം, ഇവനെ വല്ലാതെ ഇവിടെ വെച്ചാൽ പിന്നെ നമ്മക്ക് ഇവിടെ മണത്തിട്ട് നിൽക്കാൻ പറ്റും. നിങ്ങളൊക്കെ സ്പ്രേ ഒക്കെ പൗഡറൊക്കെ ഇട്ട് നടത്തിയല്ലേ, ഇതൊക്കെ കാറ്റ് പോയ ആകെ കഴിഞ്ഞില്ല.
കഴിഞ്ഞില്ലേ? നമ്മളെ ഒന്നിനെ പറ്റി നിങ്ങളൊക്കെ പറയപ്പെട്ട് ഞാൻ ഇടയ്ക്ക് പറയാണ്ട് ഈ കയ്യൊന്നിങ്ങനെ കയറ്റിട്ട് വരുത്തിയിട്ട് വാസനിച്ച് നോക്കാണ് കോഴിക്കോട്ടിനുള്ളിൽ തലട്ട സ്മെല്ലായിരിക്കും. ഇതിനൊന്നും പറ്റില്ല. തമിഴോരിന്റെ ബാക്കിൽ മൂക്ക് വെച്ച സ്മെല്ലായിരിക്കുന്ന കോഴി ഉണ്ടാവും. കാരണം എന്താ, ഇതിന്റെ ഉള്ളിലുള്ള ഞരമ്പ്, ഇറച്ചി, ചലം, രക്തം, ഈ പാടത്തൊക്കെ ആണ് ഈ വാസിക്കുന്നത്. ഇത് ജീവാണ്ട് പോയണ്ടല്ലോ, പിന്നെ നിങ്ങൾ പൊട്ടലാണ്. അപ്പൊ അതുകൊണ്ട് വല്ലാതെ ഇവിടെ വെക്കാൻ പറ്റില്ല. കാരണം ആ നാട്ടിലെ കുട്ടികൾക്കൊന്നും തൊട്ടിൽ ഉറങ്ങാൻ പറഞ്ഞു കാറ്റടിച്ച് ആരായാലും കൊണ്ടേ കൊട്ടണം, കൊണ്ടേ കൊട്ടേ. അങ്ങനെ ആളുകളൊക്കെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചിട്ട് എന്നാ പിന്നെ എടുക്കല്ലേ. അപ്പോഴെന്റെ മണിയറയിൽ ഇരുന്നു കൊണ്ട് മണവാട്ടി കവിൾത്തടങ്ങളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടക്കുകയാണ്. ഞാൻ കടന്നു വന്നിട്ട് കാലങ്ങളേറെ ആയില്ലല്ലോ. ഞാൻ നിങ്ങളെ തേടി അന്യനാട്ടിൽ നിന്ന് അന്യൊരു വാപ്പാന്റെ മോള് നിങ്ങളെ ഉപ്പാനെ സ്വന്തം ഉപ്പയെ പോലെ കണ്ട്, നിങ്ങളെ ഉമ്മാനെ സ്വന്തം ഉമ്മയെ പോലെ സ്നേഹിച്ചു, നിങ്ങളെ പെങ്ങന്മാരെ എന്റെ ജ്യേഷ്ഠാനതിഥികളെ പോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നത് 2 മാസത്തിനുള്ളിൽ നിങ്ങൾ എന്നെ വിട്ടുപിരിയാനാണോ എന്ന പ്രയാസത്തിൽ താങ്ങാൻ കഴിയാതെ പ്രയാസം ഇവള് ഒതുക്കി പിടിച്ചു. പക്ഷേ പിന്നെ അണപൊട്ടി ഒഴുകുകയാണ്. മോനെ, നിന്റെ മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് നാട്ടുകാര് പിടിക്കുകയാണ്. അപ്പോൾ ഇവർ മണിയറയിൽ നിന്ന് പുറത്തു വന്ന് ജനവാതിലിന്റെ ഉള്ളിലൂടെ ജനൽപ്പൊളി തുറന്നുകൊണ്ട് കമ്പിയുടെ ഇടയിൽ നെറ്റിവെച്ചുകൊണ്ട് കാണുകയാണ്. ഇന്നലെ വരെ എന്റെ കൂടെ ഈ ബെഡ്റൂമിൽ മനോഹരമായ പുതപ്പിൽ കിടന്നുകൊണ്ട് ശയ്യ പങ്കിട്ട പ്രിയപ്പെട്ട ഭർത്താവേ, ഇന്ന് എന്നെയും കുട്ടികളെയും ഒറ്റക്കാക്കി നിങ്ങൾ പിരിയുകയാണോ? ഇനി ഞങ്ങൾക്ക് ആരാ? ഇഷ്ടജനങ്ങളെ വിട്ട് പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ ചണി എന്നിലാരെന്നേ, ഉലകത്തിൽ ചണി എന്നിലാരെന്നേ. പരൻ വിധി ചുമ്മാ വിട്ടി ചൊങ്കിൽ നടക്കുന്ന ശുചിത്വത്തെ നാമോ കൊണ്ട് നാട്ടിലെ കഥയെന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ, കബറെന്ന ഭയങ്കര വീട്ടിലെ. അബുദാബിയിലേക്ക്, ദുബായിലേക്ക്, കുവൈറ്റിലേക്ക്, ബോംബെയുടെ തെരുവീതിയിൽ പോയി നട്ടുച്ചക്കും സൂര്യന്റെ അൾട്രാവയലറ്റ് രശ്മിയുടെ വിഷാംശം തടുത്തുകൊണ്ട് ചോരനീരാക്കി ഇളനീര് കാൽ ചിരട്ടയിൽ വെച്ച് പൊളിച്ച് ജീവിതത്തിന്റെ 2 അറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ അരച്ചാണ് വേറിന് വേണ്ടി സൂര്യന്റെ വെളിച്ചത്തോട് തീക്ഷ്ണമായ ഉഷ്ണത്തോടും ശക്തമായ ശൈത്യത്തോടും പടപൊരുതി പണിയെടുക്കുന്ന പ്രിയപ്പെട്ട മോനെ, അവിടേക്കെല്ലാം പോകുമ്പോൾ നിന്റെ മണിയറയിൽ കയറി മണവാട്ടിയോട് യാത്ര ചോദിക്കുമ്പോ നിന്റെ മനസ്സ് പൊട്ടാറില്ലേ? നിനക്ക് വേണമെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ട് വരാ, 1 മാസം കഴിഞ്ഞ് വരാ, 1 കൊല്ലം കഴിഞ്ഞ് വരാം, എന്നിട്ടും മനസ്സ് പൊട്ടുകയാണ്. പക്ഷേ ഇപ്പോൾ നീ പോകുന്നത് 1 മാസം കഴിഞ്ഞ് വരാൻ പറ്റുന്ന സ്ഥലത്തേക്കല്ല, 1 കൊല്ലത്തിന് ശേഷം കാണാമെന്ന പ്രതീക്ഷയിലല്ല. റിട്ടേൺ ഇല്ലാത്ത ടിക്കറ്റും എടുത്തുകൊണ്ട് പരലോക പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തേക്ക് 3 കഷ്ണം തുണിയും അല്പം പഞ്ഞികളുമായി സാധുവായി കടന്നു പോകുന്ന മനുഷ്യ, തലേന്ന് നീ മന്ത്രിയായിരിക്കാ, രാജാവായിരിക്കാ, നാടിനെ വിറപ്പിച്ച ഗുണ്ടായി സംഘത്തിലെ തലവനായിരിക്കാ, ആരെയും വലുപ്പമേറാതെ അഹങ്കാരത്തിന്റെ തൊലിക്കട്ടിയുമായി നാടിനുടനീളം ഓടി നടന്ന് മനുഷ്യ മക്കളെ ആക്രമിച്ചവനായിരിക്കാ, സ്വാധീനം കൊണ്ട് സമൂഹമധ്യേ പിടിച്ചു നിന്നവനായിരിക്കാ. പക്ഷേ നിന്നെയും കൊണ്ടുപോകുമ്പോൾ കൂടെയുള്ളത് അല്പം തുണിക്കഷ്ണങ്ങളും പഞ്ഞുകളുമാണ്. അങ്ങനെ നിന്നെ മണിയറയിൽ നിന്ന്
മണ്ണറയിലേക്ക് താഴ്ത്തപ്പെട്ടാൽ അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ, യാ മനിൽ ഖബറു മൻസിലുഹു, ആ ഖബറാകുന്ന ഇടുങ്ങിയ ഗേഹത്തെ മണ്ണറയെ വീടായി സ്വീകരിക്കുന്നവനേ, മാർബിൾ കൊട്ടാരങ്ങൾ പണിതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും വലിയ രാജാവിനെ പോലെ എല്ലാം മറന്നുകൊണ്ട് ആഡംബരത്തിൽ കഴിഞ്ഞവന്, നിന്നെ മാർബിൾ കൊട്ടാരങ്ങളിൽ നിന്ന് പറിച്ചിറക്കി നിന്നെ പിന്നീട് കൊണ്ടുപോയി തട്ടുന്നത് ഈ മണ്ണറയിലേക്കാ. മാർബിൾ കൊട്ടാരത്തിലെ മണിയറയിൽ നിനക്ക് സന്തോഷിക്കാൻ കുരുന്നുകളുണ്ട്, മണവാട്ടിയുണ്ട് അല്ലേ? എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മണ്ണറയിൽ നിന്നെ തേടിയെത്തുന്നത് പുഴുക്കളാണ്, പുഴുക്കളാണ്, പുഴുക്കളാണ്. മുഹമ്മദ് മുസ്തഫ യാ മനി ദൂദു ജീറാനുഹു, യാ മനി ദൂദു ജീറാനുഹു. പുഴുക്കളെ, എന്താണ് ആ വാക്ക്? യാ മനി ദൂദു ജീറാനുഹു, പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. നാളെ നമ്മുടെ അയൽവാസികൾ പുഴുക്കളാണ്, പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ അല്ലേ? നിങ്ങൾ നോക്കി, ഈ ചൂട് സമയത്ത് ഇവിടെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല, ഫാനില്ലാതെ. എന്റെ വണ്ടിയിലൊക്കെ AC ഇല്ലാതെ കിടക്കാനും പോകാനൊന്നും എനിക്ക് കഴിയില്ല. പക്ഷേ ഈ പഴുത്ത് ചൂടായി നിൽക്കുന്ന ഭൂമിയിൽ കുഴി വെച്ചിട്ട് അതിന്റെ ഉള്ളിക്കാണ് തട്ടിയിട്ട് മൂടലിന്റെ മേലെ വരിക, എന്നിട്ട് മണ്ണ് വാരിയിടുക, എന്നിട്ട് മീസാങ്കല്ല് 2 ഭാഗത്തും അങ്ങോട്ട് പോയാലേ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് കളറൊക്കെ മാറും, കണ്ണിങ്ങനെ തുറക്കും. പിറ്റേന്ന് വയറിങ്ങനെ, പിറ്റേന്ന് ഈ 2 കണ്ണുണ്ടല്ലോ ഇത് കൊഴിഞ്ഞു വീഴും, കോട്ടി പോലെ കൊഴിഞ്ഞു വീഴും. പിന്നെ 2 ഗുഹായി, പിന്നെ പല്ല്, പിന്നെ വയറ് പൊട്ടിയാൽ പിന്നെ കുടൽമാലൊക്കെ പുറത്തു. അപ്പൊ ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ വാസന കിട്ടി ഈച്ചകൾക്കും പുഴുക്കൾക്കും വരാൻ തുടങ്ങി. എല്ലാത്തിന്റെയും അവസാനമായി പുഴുക്കളെ അയൽവാസികളാക്കുന്നവനെ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെയാണ് മണ്ണറയിലെ അനുഭവങ്ങള്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോനെ, ഒരു മയ്യത്തിനെ മണ്ണറയിലേക്ക് വെക്കപ്പെടുമ്പോൾ ഈ ഖബർ മയ്യത്തിനോട് സംസാരിക്കുകയാണ്. അല്ലാഹു അല്ലാഹ് മാ ഗർറക ബി അവമാ അലിംത അന്നി ബൈത്തുദ്ദൂദ് അവമാ അലിംത അന്നി ബൈത്തുൽ ഖുർബാ അവമാ അലിംത അന്നി ബൈത്തുദ്ദൂദ് വബൈത്തുൽ ളുൽമാ. മോനെ, ഞാനൊരു ഇടുങ്ങിയ ഗേഹമാണെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? എന്റെ ഉള്ളിലുള്ളത് ഇരുട്ടാണെന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോ? ഞാൻ പുഴുക്കളുടെ കേന്ദ്രമാണ് എന്ന് നിനക്കറിഞ്ഞുകൂടായിരുന്നോടാ? എന്നിട്ടും എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ വന്ന് എന്റെ വയറ്റിൽ വന്ന് കിടക്കാൻ നിന്നെ ധൈര്യമേകിയ വസ്തു എന്താ? ഈ പുഴുക്കളും ഈ ഇരുട്ടിനെയും ഈ ഏകാന്തമായ തടവറയുമാണ് മണ്ണറയിൽ വെച്ച് ഞാൻ നിനക്ക് ഒരുക്കിയത് എന്ന് ഖബർ മയ്യത്തിനോട് പറയുകയാണ്. എന്നിട്ട് ഈ മയ്യത്തിനോട് ഖബർ ഒരു കാര്യം ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയത് ഈ ഏകാന്തതയാണ്, വൈദേശികതയാണ്, ഇരുട്ടാണ്, പുഴുക്കളാണ്, മൺപൊടികളെയാണ്. മാതാ ആദത്തലീ, എന്റെ വയറ്റിന്റെ ഉള്ളില് ധൈര്യമായി വന്ന് കിടക്കുമ്പോൾ നീ എനിക്ക് കൊണ്ടുവന്നത് എന്താ? ഖബറിന്റെ ഒരു ചോദ്യമാണ്. ഞാൻ എനിക്ക് വേണ്ടി ഒരുക്കിയത് ഈ പുഴുക്കളും ഈ ഇരുട്ടും ഈ ഇടുങ്ങിയ പുഴുക്കൊക്കെയാണ്. അല്ല, ഈ ഇപ്പൊ ഇവിടെ നിന്ന് കിടക്കണ്ടല്ലോ, എനിക്ക് വേണ്ടി നീ എന്താ കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഖബർ മനുഷ്യനോട് ചോദിക്കുന്നു മുഹമ്മദ് മുസ്തഫ. എന്താ നമ്മള് പറയാ? ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ സീരിയൽ കണ്ട എനിക്കറിയില്ല. ഞാൻ നാട്ടുകാരെ മുഴുവൻ ഗൈബത്തും വിത്തിനും പറഞ്ഞ എനിക്കറിയില്ലേ? ഞാൻ എന്നും പലിശയായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളല്ലേ? ഞാനല്ലേ എന്റെ നാട്ടില് ഏത് പോക്കിമാരും പിടിച്ചൊരുക്കിയിരുന്ന ഏറ്റവും വലിയ അടിക്കാരൻ? എനിക്കറിയില്ല.
ഇതൊക്കെ പറഞ്ഞാൽ അവന്റെ ജീവിത പരാജയത്തിന്റെ തുടക്കമാണ്. പിന്നെ അവന് പരാജയം തന്നെയോ പറയേണ്ടത് അതല്ല. നമ്മൾ പറയേണ്ടതാണ്. നല്ല മനുഷ്യന്മാരെ കൊണ്ടുപോയിട്ടാല് പറയാൻ കുറെ ആൾക്കാർ അള്ളാഹ് അവിടെ തരും. മുഹമ്മദ് മുസ്തഫ ചോദിക്കുമ്പോ ഇവരൊന്ന് പറയും എന്നോട് ചോദിക്കണ്ട, എന്നോട് ചോദിച്ചോ എന്താ വേണ്ടേ. മയ്യത്തിനോട് ചോദിക്കാൻ സമ്മതിക്കൂല, മയ്യത്തിനോട് ചോദിക്കാൻ സമ്മതിക്കൂല. ഇവരിങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അല്ലല്ല എന്താ അവനോട് ഓനെ സ്വീപ്പാക്കണ്ട, ഓൻ ഇവരെ ജീവിച്ച് ഈ ബാത്ത് ചെയ്ത് അധ്വാനിച്ചിട്ട് വിശ്രമിക്കാൻ വന്നാണ്, ഞാൻ ഓൻ്റെ ആളാ, എന്നോട് ചോദിച്ചോ. അങ്ങനല്ലേ 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 ഒരു ഉസ്താദും ശിഷ്യനും ട്രെയിനിൽ ഇങ്ങനെ പോണ സമയത്ത് ഉസ്താദ് ട്രെയിനിൽ തന്നെ ഉറങ്ങുമ്പോ സ്നേഹം ബഹുമാനുള്ള ശിഷ്യന്മാരും ആരെങ്കിലും ഉസ്താദിനോട് എന്നോട് എന്നതുപോലെ കബറിൽ വെച്ച മയ്യത്തിനെ ചോദിക്കാൻ സമ്മതിക്കാതെ അവന് വേണ്ടി അവിടെ വന്ന സെക്യൂരിറ്റികൾ പറയും എന്താ വേണ്ട എന്താ വേണ്ട എന്താ വേണ്ട. അപ്പോ മലക്കുകൾ പിന്നെ ഇവരോടാണ് ചോദിച്ചത്. അവരിവരെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കൊടുക്കും, നമ്മളെ ശല്യപ്പെടുത്തൂല. ഇങ്ങനൊക്കെ സൂറത്തുൽ ബഖറ തലന്റെ കൂടെ വരും, സൂറത്തുൽ മുൽക്ക് കാലിന്റെ കൂടെ വരും. മലക്കുകൾ ചോദിക്കാൻ വരുമ്പോ തന്നെ അവർ വന്ന് ഇടപെടും എന്നൊക്കെ ഹദീസിൽ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനു വേണ്ടി ഒരുങ്ങ പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ഒരു മയ്യത്തിനെ കബറിൽ വെക്കപ്പെട്ടാൽ മണ്ണറയിൽ വെച്ച് ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ അനുഭവം എന്താണ് കേട്ടോളൂ. മുങ്കർ നക്കീറൊന്നുമല്ല, അത് പിന്നെ വരണം. ആദ്യത്തെ അനുഭവം എന്താ? നിങ്ങൾ എന്റെ കൂടെ തന്നെ വരണം. അൽഹംദുലില്ലാഹ് സാസിലിപ്പോ നമ്മൾ ഒരുക്കിയ അൽഹംദുലില്ലാഹ് ആളായിട്ടുണ്ട്. ഇവിടെ മുമ്പിൽ ഒഴിഞ്ഞെടുക്കുന്ന കസേര ഒന്ന് വിടവ് തീർത്തിട്ട് ബാക്കിലുള്ള ആളുകളൊന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ പോകാനുള്ള മണ്ണറയെ കുറിച്ച് ഞാൻ പറയുന്നു. അല്ലാഹു തആല സലാമത്താക്കി തെറ്റ്. ഒരു 3-4 കസേര ചെറിയ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ട് ബാക്കിൽ ഇടങ്ങറായിട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരൊരു 3-4 ആളുകൾ മുമ്പോട്ട് വന്നാൽ ഈ മുമ്പിൽ ഒഴിഞ്ഞിരിക്കുന്ന ഈ വിടവുകൾ തീർക്കാൻ കഴിയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൻസാനുള്ള ആളുകളെ എനിക്കറിയാം. ആ ബാക്കിലുള്ള ചെറുപ്പക്കാരാണ് എനിക്ക് ആവശ്യം. ഒന്നുകൊണ്ട് മുമ്പൊക്കെ വരും മക്കളെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മണ്ണറ രക്ഷപ്പെടാനുള്ളത് പറയും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യും. മുമ്പിൽ ഈ കസേര ഇങ്ങനെ 1-2 ഒഴിഞ്ഞിരുന്നപ്പോൾ ആൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അത്യാവശ്യം ഈ ശാസ്ത്രത്തിൽ ഇപ്പോൾ വലിയൊരു ഗംഭീരമായ സമ്മേളനം ഈ ശാസ്ത്രത്തിലുള്ള ആളുകൾ. നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ കൂടെ തന്നെ വരണങ്ങളോ ഞാൻ ഈ ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം, അതിനു വേണ്ടി ഒരുങ്ങണം. ഈ ഉദ്ധരിക്കുന്ന ഹദീസ് നല്ലോണം ശ്രദ്ധിക്കണം ചെറുപ്പക്കാരെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സംശയം, മണ്ണറയിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട മനുഷ്യൻ ആദ്യം നേരിടുന്ന അനുഭവം എന്താ? അങ്ങനെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഒരു സംശയം വേണ്ട. മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ, മണിയറയിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം. മണ്ണറയിൽ വെക്കപ്പെട്ട മനുഷ്യൻ അവൻ ആദ്യമായി നേരിടുന്നത് എന്ന സംശയം വന്നു മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ഈ സംശയം വന്നപ്പോൾ ഇബ്നു മസ്ഊദ് പിന്നെയൊന്നും ചിന്തിച്ചില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രമായ ഹദ്റത്തിൽ പോവുകയാണ് ഇബ്നു മസ്ഊദ്. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അഖ്ബിർനി യാ റസൂലല്ലാഹ്, നബിയേ, ഒരു മയ്യത്തിനെ മണ്ണറയിൽ വെക്കപ്പെട്ടാൽ ആ മയ്യത്ത് ആദ്യമായി അഭിമുഖീകരിക്കുന്ന അനുഭവം എന്താണ് നബിയേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോൾ പുന്നാര നബി പറയുകയാണ്, ഇബ്നു മസ്ഊദ് മാ സഅലനി അൻ ദാലിക അഹദുൻ ഖബ്ലക, നിങ്ങളാണ് ഈ വിഷയം എന്നോട് ആദ്യമായി ചോദിച്ചത് ഇബ്നു മസ്ഊദ്. ഇതുവരെ എന്നോട് ഈ വിഷയം ആദ്യമായി ആരും ചോദിച്ചിട്ടില്ല. ഇത് സംബന്ധമായ ആദ്യത്തെ ചോദ്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദിന്റെ ചോദ്യത്തിന് മുത്തുനബി മറുപടി പറയുകയാണ്, ഇബ്നു മസ്ഊദ് അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ വുദിഅ ഫീ ഖബ്രിഹി മലക്കുൻ ഇസ്മുഹു റൗമാൻ ഔ കമാ ഖാല റസൂലുള്ളാഹ്.